ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിനെ ചൊല്ലി ബസ്സിനുള്ളിൽ പ്രതിഷേധം. തിരുവനന്തപുരം തൊട്ടിൽപ്പാലം KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് പ്രതിഷേധമുണ്ടായത്. പത്തനംതിട്ട സ്വദേശിയായ SUCI നേതാവ് ലക്ഷ്മി R. ശേഖറാണ് ബസ്സിനുള്ളിൽ പ്രതിഷേധിച്ചത്. അടൂര് വരെയുള്ള ടിക്കറ്റ് എടുത്ത് വരാനാണ് KSRTC ബസ്സിൽ കയറിയത്. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു, കൽപ്പറ്റ ബസ് മറ്റുമായിരുന്നു. അപ്പം അതിൽ കയറിയപ്പോഴേ എൻ്റെ മോന് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ ഇതേ ആ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഇതാണ് ദിലീപിൻ്റെ പറക്കും തളിക എന്നുള്ള സിനിമ ഇട്ടേക്കുന്നു. അപ്പോൾ ഞാൻ കേശവാസപുരത്ത് നിന്ന് അടൂര് വരെ 2-2.5 മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് കണ്ടക്ടറോട് അറിയിച്ചു. അപ്പം ഒന്നുകിൽ ഈ സിനിമ നിർത്തണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ടിക്കറ്റ് തന്നാൽ മതി, ഞങ്ങൾ ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത്. വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, എന്താണ് സംഭവിച്ചത്? ഇന്നലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഈ അടൂരേക്ക് വന്നിട്ടുള്ള KSRTC ബസ്സിൽ ദിലീപിന്റെ ചിത്രമായിട്ടുള്ള പറക്കും തളിക സിനിമ അവിടുത്തെ TVയിൽ പ്രദർശിപ്പിച്ചു. അപ്പോഴാണ് ഈ ബസ്സിൽ യാത്രക്കാരിയായിരുന്ന പത്തനംതിട്ട സ്വദേശിനിയും SUCI നേതാവുമായിരുന്ന ലക്ഷ്മി R. ശേഖർ ഈ സിനിമ, ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം ബസ്സിനുള്ളിൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം ഈ രീതിയിൽ, അതായത് ഈ കണ്ടക്ടറോട് ആദ്യം ആവശ്യപ്പെട്ടെങ്കിലും കണ്ടക്ടർ ആ സിനിമ മാറ്റാൻ തയ്യാറായില്ല. പിന്നീട് ബസ്സിനുള്ളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കി. ഒപ്പം മറ്റ് യാത്രക്കാരെ കൂടി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരും തന്നെ പിന്തുണച്ചു ഈ സിനിമ വേണ്ട എന്നുള്ള രീതിയിൽ എന്നുള്ളതാണ് ഈ ലക്ഷ്മി പറയുന്നത്. അതിനുശേഷം ഈ കൂടുതൽ യാത്രക്കാരും ഇത് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കണ്ടക്ടർ ഈ സിനിമ ഓഫ് ചെയ്യുകയാണ് ഉണ്ടായതെന്നും അവർ പറയുന്നു. എന്നാൽ ചില യാത്രക്കാർ തന്നെ എതിർത്തുകൊണ്ട്, ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടും ഈ നിലപാട് സ്വീകരിച്ചുവെന്നും ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന് ശേഷം അവർ യാത്ര തുടരുകയായിരുന്നു. അതായത് ഇവർക്ക് സിനിമ കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ വലിയ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് അത് സിനിമ ഓഫ് ചെയ്യാനായിട്ട് കണ്ടക്ടർ നിർബന്ധിതരാകുകയായിരുന്നു എന്നാണ് ഈ ലക്ഷ്മി പറയുന്നത്. എന്തായാലും ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ശരി, ഗോകുൽ രമേശ്.